നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ വീണ്ടും അപകടം. മീൻ ലോറി ഓട്ടോറിക്ഷയിലിടിച്ച് 3 പേർക്ക് പരിക്ക്. കയ്പമംഗലം 5-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജിനൂബ് അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. മുസ്ലിം ലീഗ് ചളിങ്ങാട് ശാഖ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹനിധി പെൻഷൻ പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ മീൻ ലോറി ഓട്ടോറിക്ഷയിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ യാത്രക്കാരായ വെസ്റ്റ് അരാക്കുളം കുഴിക്കാട്ട് വത്സൻ, വെസ്റ്റ് ചാലക്കുടി തീയാന താഴത്ത് കൃഷ്ണകുമാർ ഭാര്യ ഷെല്ലി, ഓട്ടോ ഡ്രൈവർ മേത്തല നൈശ്ശേരി രാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 7:30-യോടെ ബൈപ്പാസിൽ ഗൗരീശങ്കർ ജംഗ്ഷനിലായിരുന്നു അപകടം. ബൈപ്പാസ് മുറിച്ചു കടക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ മീൻ ലോറി ഇടിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിൽ ബൈപ്പാസിലുണ്ടായ മറ്റൊരു അപകടത്തിൽ കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ മേത്തല കണ്ടംകുളം തെക്കുംപുറം രാജേഷിന് പരിക്കേറ്റിരുന്നു. കയ്പമംഗലം 5-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജിനൂബ് അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തണമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അജണ്ടതയും നിലനിർത്തണമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ PA മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. വിവിധ കക്ഷി നേതാക്കളായ ബാബു കിഷോർ, KF ഡൊമിനിക്, ബഷീർ തൈവളപ്പിൽ, EK ദാസൻ, PA ഇബ്രാഹിം ഹാജി, സുരേഷ് കൊച്ചുവീട്ടിൽ, MG ചന്ദ്രൻ, ബീന സുരേന്ദ്രൻ, മണി ഉല്ലാസ്, മുഹമ്മദ് തിണ്ടിക്കൽ, MC രാജൻ, MM അബ്ദുറഹ്മാൻ, KA പുരുഷോത്തമൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. ചുരുങ്ങിയ കാലയളവിൽ വാർഡിലായാലും പഞ്ചായത്തിലായാലും നല്ല സാധനത്തോട് കൂടി പ്രവർത്തിക്കാൻ ജനൂബിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ പെരിഞ്ഞനം ചക്കരപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതനിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. KC വേണുഗോപാൽ മാസ്റ്റർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് സതീഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാലയ സമിതി രക്ഷാധികാരികളായ ER കാർത്തികേയൻ, ബേബി ടീച്ചർ, VR ജയപ്രകാശ്, PD ശിവരാമൻ, PK മുരളീധരൻ, PL മനോജ്, CN സജയൻ, A ധന്യ, PR ഷാൻഡി എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ KA അജന്യ, ശ്രീരാജ്, സുരേഷ്, ഗോവിന്ദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അപ്പൊ നമ്മുടെ തന്ത്രശാസ്ത്രപ്രകാരം ഏത് മന്ത്രം കൊണ്ട് ജപിക്കുമ്പോഴോ അർച്ചന ചെയ്യുമ്പോഴോ അത് രൂപം കൊടുത്ത ഋഷിയൊക്കെ നമ്മളെ സ്നേഹിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് നോക്ക്. ഈ 2 വിരലുണ്ട്, കണ്ടില്ലേ? 2 വിരല്, നടുക്കയിലുള്ള 2 വിരല് ഇങ്ങനെ പിടിക്കുന്നു, കണ്ടില്ലേ? എന്നിട്ട് ആ തള്ള വിരല് അതുമ്പോ കൂട്ടിപ്പിടിക്ക്. മുസ്ലിം ലീഗ് ചളിങ്ങാട് ശാഖ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹനിധി പെൻഷൻ പദ്ധതിക്ക് തുടക്കമായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുട്ടി അഹമ്മദ് കുട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവനമാണ്, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പലാണ്, പാവപ്പെട്ടവരെ സഹായിക്കലാണ്, കഷ്ടപ്പെടുന്ന ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടത് ചെയ്യുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രത്യേകതകൾ മുസ്ലിം ലീഗിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഞങ്ങളെക്കാളും ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ വലിയ യോഗങ്ങൾ നടത്താറുണ്ട്, വലിയ ജാഥകൾ നടത്താറുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് നടത്തുന്ന പരിപാടികൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനാണ്. റിലീഫ് സെൽ ചെയർമാൻ KM അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. ജസീർ ദാരിമി ആലപ്പുഴ ശിഹാബ് തങ്ങൾ അനുസ്മരണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, PA ഇബ്രാഹിം ഹാജി, PA സയ്യിദ് മുഹമ്മദ് ഹാജി, KM സൈഫുദ്ദീൻ, PM സൈനുദ്ദീൻ, PA ബഷീർ, KB ഹംസ, PK മുഹമ്മദ് ഹാജി, PT മുഹമ്മദ് അലി, PA മുഹമ്മദ്, PM അബ്ബാസ്, MA അബ്ദുൽ സക്കീർ എന്നിവർ സംസാരിച്ചു.
പെരിഞ്ഞനം നന്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ക്ലബ്ബാണ് നമ്മൾ. അത് എല്ലാ വർഷവും അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ പരിപാടികൾ ഒരേ കൊല്ലം ചെറുതോറും നല്ല രീതിയിൽ തന്നെ നടത്താൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നടത്തിയാലും ഏറ്റവും നല്ല രീതിയിലാണ് ഇപ്രാവശ്യം നമ്മൾ ഈ പഠനോപകരണങ്ങൾ തന്നെ വിതരണങ്ങൾ തന്നെ നമ്മൾ നടത്തുന്നത്. അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ ക്ലബിനെ സ്നേഹിക്കുന്ന, ഇത് ആവശ്യമാണെന്ന് തിരിച്ചറിവുള്ള നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ പഠനോപകരണ വിതരണം നടത്തി. വിനീത മോഹൻദാസ്, ബിന്ദു രജിശങ്കർ, KK സച്ചിത്, KM മനീഷ്, KV സുനിൽ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിവേദിത, നാൻസി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രാപിന്നി മണപ്പുറം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും അവാർഡ് ദാനവും നടത്തി. ചന്ദ്രാപിന്നി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ മനോഹരമായ ഒരു ദിവസത്തിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് മണപ്പുറത്ത് വലിയ തോതിൽ സ്ഥാനം പിടിച്ച ഒരു സഹകരണ സ്ഥാപനം ഏങ്ങണ്ടിയൂർ മുതൽ മതിലകം വരെയുള്ള 9 പഞ്ചായത്തുകളിലെ നമ്മുടെ അനുജന്മാരെയും അനുജത്തിമാരെയും അനുമോദിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ SSLC പരീക്ഷയുടെ ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടനവധി സംഘടനകൾ ഈ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരാറുണ്ട്. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രഖ്യാപനം വന്ന് നമ്മുടെ അടുത്ത പ്ലസ് ടുവിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് അനുമോദിക്കാൻ മുന്നോട്ട് വന്ന ഈ സംഘത്തിന്റെ ഭാരവാഹികളെ പ്രസിഡന്റ് സജയ് ഉൾപ്പെടെയുള്ളവരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സംഘം പ്രസിഡന്റ് സജയ് വയനപ്പള്ളി അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, സംഘം ഡയറക്ടർ PM നസീർ, ലൈല മജീദ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.